إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കൂട്ടുകാരെയും നാട്ടുകാരെയും എല്ലാവരെയും വിട്ടുകൊണ്ട് നമുക്ക് മാത്രം തയ്യാർ ചെയ്തു വച്ചിട്ടുള്ള 6 അടി മണ്ണിലേക്ക് വിശ്രമത്തിന് വേണ്ടി നീങ്ങേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഖബറിൽ നമുക്ക് കൂട്ടായിട്ടുണ്ടാവുക ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തതായ സ്വാലിഹായ കർമ്മങ്ങൾ മാത്രമാണ്. നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത സുഹൃതങ്ങൾ മാത്രമാണ് നമുക്കവിടെ ലഭിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്തുൽ ഹശ്റിലൂടെ വിശദീകരിക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ വിശ്വാസികളായിട്ടുള്ള ആളുകളെ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു കൊള്ളുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ മനുഷ്യരും അവർ നോക്കിക്കൊള്ളട്ടെ എന്താണ് നാളേക്കുള്ള ജീവിതത്തിന് വേണ്ടി അവൻ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന്. എന്നിട്ട് വീണ്ടും അള്ളാഹു പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ മുന്നൊരുങ്ങി ചെയ്യാൻ സാധിക്കുന്ന, മുന്നൊരുങ്ങി അമൽ സാലിഹാത്തുകൾ വാരിക്കൂട്ടാൻ സാധിക്കുന്ന വമ്പിച്ച ഒരു അവസരത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും അടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ്. ഇനി അടുത്തൊരു വെള്ളിയാഴ്ച നമ്മൾ കൂടുന്നത് അതൊരു റമദാനിലായിരിക്കും ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമാണ്. ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ്, ഫമൻ ശഹിദ മിൻകുമുശ് ശഹർ ഫൽയസും. ആരാണോ ആ മാസത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്, ആരാണോ ആ മാസത്തിൽ ഉള്ളത്, അവർ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. വെറുതെയല്ല, ആ നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടുത്തെ ഹദീസുകളിലൂടെ പഠിപ്പിച്ചതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഖുദ്സിയായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്,
കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സിയാം, എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് അവനുള്ളതാണ്. ഇല്ല സിയാം, നോമ്പൊഴിച്ചുകൊണ്ട് ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, ആ നോമ്പ് എനിക്ക് വേണ്ടിയുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബോധ്യപ്പെടുത്തി തരാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരാണോ റമളാൻ മാസത്തിൽ വിശ്വാസത്തോടുകൂടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പനുഷ്ഠിക്കുന്നത് അവന്റെ മുൻകഴിഞ്ഞ പാവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിലും അവിടുന്ന് പറഞ്ഞു, അസ്സിയാമു ജുന്നത്തും മിനൻ നാരി കജുന്നതി അഹദിക്കും മിനൽ ഖിതാലി, നോമ്പ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയമാണ്. ഏതുപോലെ കജുന്നതി അഹദിക്കും ഫിൽ ഖിതാൽ മിനൽ ഖിതാലി, യുദ്ധത്തിൽ നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവന്റെ വെട്ടുകൊള്ളരുത്, മറ്റുള്ളവന്റെ അമ്പെയ്ത്ത് എന്റെ ദേഹത്തേക്ക് പതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്ന പരിചയ പോലെ നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, നരകത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു രക്ഷാ കവചമാണ് നിങ്ങളുടെ നോമ്പ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിലും പഠിപ്പിച്ചു, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരൊറ്റ ദിവസം നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ബഅദല്ലാഹു വജ്ഹഹു മിനൻ നാരി 70 ഖരീഫ, അവന്റെ മുഖത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും 70 വർഷക്കാലത്തോളം വഴിദൂരത്തേക്ക് നീക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, 30 നോമ്പ് കൊണ്ട് എത്രയായിരിക്കും നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളായ, അവനെ നിഷേധിച്ച് നടക്കുന്നവരായ ആളുകൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള നരകത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും എത്ര അകലുവാൻ സാധിക്കും? ഈ റമദാൻ കൃത്യമായി മനസ്സറിഞ്ഞുകൊണ്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു റമദാനിന്റെ പടിവാതിൽക്കൽ നമ്മൾ നിൽക്കുമ്പോൾ കേവലം നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ തീറ്റയും കുടിയും ഒഴിവാക്കുക, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല എന്നാണ്. ഈ റമദാനിനെ പരിപൂർണമായി നമ്മൾ ഉപയോഗിക്കുന്നവരായി തീരണം. ഈ റമദാൻ അനുകൂലമായി നമുക്ക് സാക്ഷി പറയുന്നതും ആകാൻ നമ്മൾ ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കണമെന്നാണ് ഉപദേശിക്കുവാനുള്ളത്. ഒന്നാമതായി ചില കാര്യങ്ങൾ ഈ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ റമദാൻ പരിപൂർണമായും നമ്മുടേതാകാൻ വേണ്ടി അതിൽ ഒന്നാമതായി പറയാനുള്ളത് അദ്ദുആ, പ്രാർത്ഥന തന്നെയാണ്. ഈ റമദാനിൽ കൂടുതലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റിതര മാസങ്ങളെക്കാൾ എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ആവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞത് പരിശുദ്ധമായ റമദാനിലാണ് എന്ന് ഉറപ്പുവരുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. മറ്റിതര മാസങ്ങളെക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ സാധ്യതയുള്ള മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്നുള്ളത്. അതുകൊണ്ട് ആ റമദാനിൽ കൂടുതലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എന്തുകൊണ്ട്? അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നബിയെ, അങ്ങയോട് എന്നെ കുറിച്ച് എൻ്റെ അടിയാറുകൾ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും സമീപസ്ഥനായവനാണ് എന്ന്. മറ്റൊരായത്തിലും അല്ലാഹു പറഞ്ഞു, ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ഒരു വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്നോടാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ഞാൻ അവൻ ഉത്തരം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു മലക്കാവട്ടെ, ഒരു ഷഹീദാകട്ടെ, ഒരു വലിയാകട്ടെ, ഒരു നബിയാകട്ടെ, ആരാകട്ടെ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളുക, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാമെന്ന് ഒരാളും തന്നെ പറഞ്ഞിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ പരിപാലിക്കുകയും നമ്മളെ നിയന്ത്രിക്കുകയും ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുകയുള്ളൂ. ആ റബ്ബിനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു മാസമായി നമ്മുടെ പരിശുദ്ധമായ റമദാനിനെ മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ റമദാനിൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം അദ്കാറുകൾ കൂടുതലായി വർദ്ധിപ്പിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതലായി ഓർക്കാൻ വേണ്ടി സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം എന്നാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ,
അല്ലയോ വിശ്വാസികളായ ആളുകളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അധികമായി കൊണ്ട് നിങ്ങൾ ഓർക്കിൻ. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, നിങ്ങൾ വൈകുന്നേരത്തിലും അതുപോലെ തന്നെ പ്രഭാതത്തിലും അവനെ കൂടുതലായി കൊണ്ട് തസ്ബീഹ് മുഴക്കുകയും ചെയ്യണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിന്റെ 41-42 വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. മാത്രമല്ല മറ്റൊരായത്തിലും അല്ലാഹു പറഞ്ഞു, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതലായി ഓർക്കുന്നവരാവുക. മറ്റൊരായത്തിലും അല്ലാഹു പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം വേണോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെ അല്ലാതെ ഹൃദയങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും അവനെ ഓർക്കണമെന്ന് പഠിപ്പിച്ച സാഹചര്യങ്ങൾ, സന്ദർഭങ്ങളിൽ നിർബന്ധമായും നമ്മൾ അവനെ ഓർക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ പ്രഭാത സമയങ്ങളിലുള്ള അദ്കാറുകൾ, വൈകുന്നേര സമയങ്ങളിലുള്ള അദ്കാറുകൾ, നമസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള അദ്കാറുകൾ, കൃത്യമായി ഈ 4 സന്ദർഭങ്ങളിൽ അദ്കാറുകളെങ്കിലും നിത്യജീവിതത്തിൽ പുലർത്തുന്നവൻ വദ്കുറുല്ലാഹ കസീറ എന്ന് പറഞ്ഞതിൽ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവരാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. അതല്ലാത്ത സന്ദർഭങ്ങളിലുള്ള അദ്കാറുകളായിക്കൊള്ളട്ടെ, അല്ലാഹുവിന്റെ സ്മരണകളായിക്കൊള്ളട്ടെ, കൂടുതലായി അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു മാസമാക്കിക്കൊണ്ട് നമ്മുടെ ഈ റമദാനിനെ മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മൾ വാഹനം കയറുമ്പോഴാകട്ടെ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴാവട്ടെ, ഇറങ്ങുമ്പോഴാവട്ടെ, ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴാവട്ടെ, ഇറങ്ങുമ്പോഴാവട്ടെ, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം മനസ്സാന്നിധ്യത്തോടു കൂടിയാണ് ഈ റമദാനിൽ നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്നത് എങ്കിൽ വമ്പിച്ച പ്രതിഫലങ്ങളായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ നന്മയുടെ രേഖയിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് കൃത്യമായി നമ്മൾ അദ്കാറുകളുടെ വിഷയത്തിൽ അദ്കാറുകളുടെ വിഷയം ഒരു ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ഓരോരുത്തരും കാണണം. അത് നിത്യജീവിതത്തിൽ പുലർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ റമദാനിൽ നമ്മൾ ശീലിച്ചെടുക്കേണ്ടുന്ന, ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ് 5 വക്ത് നമസ്കാരം ജമാഅത്തായി കൊണ്ട് തന്നെ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്, ഇന്നസ്സലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിർബന്ധം, തീർച്ചയായും നിസ്കാരം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ മേൽ സമയബന്ധിതമാക്കിക്കൊണ്ട് നിർബന്ധമാക്കിയ കാര്യമാണ് എന്ന്. നമുക്ക് തോന്നുമ്പോൾ ചെന്ന് നമസ്കരിക്കുക എന്നുള്ളതല്ല. ഓരോ നമസ്കാരത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിൽ തന്നെ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. വിശ്വാസികളായ ആളുകളുടെ ക്വാളിറ്റി, അവരുടെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ ഒരു ഗുണമായി അല്ലാഹു പറഞ്ഞത്, വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, അവരുടെ നമസ്കാരങ്ങൾ അവർ സൂക്ഷിക്കുന്നവരാണ് എന്നാണ്, കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ 5 വക്തും നമസ്കരിക്കുന്നത് ഇമാമിനോട് കൂടി തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ, ആരാണോ നമസ്കാരത്തെ കൃത്യമായി കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് അവരത് ഖിയാമത്ത് നാളിൽ അവനൊരു പ്രകാശവും അതുപോലെ തന്നെ അവന് അനുകൂലമായ തെളിവും അവന് ഖിയാമത്ത് നാളിൽ വിജയിക്കാൻ ഉതകുന്നതുമാണ് അവന്റെ നമസ്കാരം. വമൻ ലം യുഹാഫിള അലൈഹാ ലം യകുൻ ലഹു നൂറുൻ വലാ ബുർഹാനുൻ വലാ നജാതുൻ, ആരൊരുവൻ അതിനെ സംരക്ഷിക്കുന്നില്ലയോ അവന് നാളെ അത് വിജയമാവുകയില്ല, അതുപോലെ തന്നെ അവന് പ്രകാശമാവുകയില്ല, അവൻ അനുകൂലമായ തെളിവുമാവുകയില്ല എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അവിടെ നിർത്തിയില്ല, വീണ്ടും അവിടുന്ന് പറഞ്ഞു, വകാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂന വഫിർഔന വഹാമാന വഉബയ്യ് ഇബ്നു ഖലഫ്, ലോകത്തിലെ തെമ്മാടികൾ എന്ന് പറയുന്ന ഖാറൂനിന്റെയും ഫിർഔനിന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും ഹാമാനിന്റെയും എല്ലാം കൂട്ടത്തിലായിരിക്കും നമസ്കാരം നിലനിർത്താത്തവൻ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജമാഅത്തായിട്ടുള്ള നമസ്കാരങ്ങൾ, നമ്മുടെ 5 വക്ത് നമസ്കാരങ്ങൾ പള്ളിയിലെത്തിക്കൊണ്ട് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ റമദാനിൽ നമ്മൾ ശീലിച്ചെടുക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ റവാത്തിബ് സുന്നത്തുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാബറ അലാ 12 റക്അതൻ മിനസ് സുന്നഹ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ആരെങ്കിലും 12 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ അവൻ തുടർത്തുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നൽകുമെന്നാണ്. പ്രിയപ്പെട്ടവർ, ഈ ദുനിയാവിൽ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, എത്രത്തോളം പ്രയാസങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കും.
കുടുംബത്തെ വീട്ടിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പോയി നിൽക്കണോ? നമ്മൾ തയ്യാറാണ്. ഈ ലോകത്തെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി, ഒരു ഭവനത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്ന നമുക്ക് 12 റക്അത്തുകൾ കൃത്യമായി നമ്മൾ നിലനിർത്തുകയാണ്, ജീവിതത്തിൽ നിലനിർത്തുകയാണ് എങ്കിൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം പണിതു തരാമെന്നാണ് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. ആ സുന്നത്ത് ആർക്കും പറഞ്ഞു തരാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ളുഹറിന്റെ ശേഷം 2 റക്അത്ത്, മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത്, ഇശാഇന്റെ ശേഷം 2 റക്അത്ത്, ഫജ്റിന്റെ മുമ്പ് 2 റക്അത്ത്, ഇങ്ങനെ 12 റക്അത്തുകൾ ഒരാൾ നിർവഹിക്കുകയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരവന് സ്വർഗത്തിൽ ഒരു ഭവനം നൽകാമെന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവർ, അത് പുലർത്താൻ നല്ലൊരു അവസരമാണ് ഈ റമദാൻ. ഈ 30 ദിവസങ്ങളിൽ ഒരു ദിവസവും എൻ്റെ റവാത്തിബ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആ 30 ദിവസവും നമ്മൾ പാലിക്കുകയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ തുടർത്താൻ അത് കാരണമായി തീരുമെന്നാണ്. അതുപോലെ തന്നെ 5-മതായി ഈ റമദാനിൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു വ്യക്തി ചോദിക്കുകയാണ്, അയ്യുൽ അഅമാലി അഫ്ളൽ, പ്രവർത്തനങ്ങളിൽ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. വബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളതാണ്. സുമ്മൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അതിന് ശേഷമാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ് പോലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് ഈ റമദാനിലല്ല, ജീവിതത്തിലുടനീളം നമ്മൾ പാലിക്കേണ്ടതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ മാതാപിതാക്കളോട് ഉണ്ട് എങ്കിൽ അത് തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകുന്ന ഒരു തിന്മയുണ്ട് എങ്കിൽ അത് മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ള കാര്യമാണ്. മാതാപിതാക്കളോട് ഉപദ്രവം കാണിക്കുക എന്നുള്ളത് നാളെ ഖിയാമത്ത് നാളിൽ മാത്രം ശിക്ഷ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ മുൻകൂട്ടി നൽകുന്ന കാര്യമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മാതാവാരാണ്, പിതാവാരാണ്, സഹോദരനാരാണ്, സഹോദരി ആരാണ് എന്നറിയാത്ത, അവരെയെല്ലാം കൊന്നുകളയുന്നതിൽ യാതൊരുവിധ മടിയുമില്ലാത്ത സമൂഹം വളർന്നു വരുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് മാതാവാരാണ്, പിതാവാരാണ്, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യത നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. ദുനിയാവ് അവർ പഠിച്ചിട്ടില്ല എന്ന് കരുതി അവർക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ അവർ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഈ ദുനിയാവും അവർക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. നാളെ ആഖിറം എന്തായാലും നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ ദീൻ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ടോ, നമ്മുടെ മക്കളുടെ ദീനിന്റെ അവസ്ഥ എന്താണ് കൃത്യമായി പരിശോധിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുറിഞ്ഞുപോയ ബന്ധങ്ങളുണ്ട് എങ്കിൽ അത് വിളക്കി ചേർക്കാൻ ഈ റമദാൻ നമുക്ക് കാരണമായി തീരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, കുടുംബബന്ധം മുറിച്ചവന് നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ അതിനൊരു അവസരമായി കണ്ട് തിരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊന്നാണ് 2 പേർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ, ഒരാൾ സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ, നിസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ, അതിനേക്കാൾ ദറജ ലഭിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാതു സലാഹിൽ ബൈൻ, രണ്ടാൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക. രണ്ടാളുകൾ തെറ്റി നിൽക്കുകയാണ് എങ്കിൽ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ളത് നോമ്പിനേക്കാൾ, നിസ്കാരത്തെക്കാൾ, സ്വതക്കയേക്കാൾ അവന്റെ ദറജകൾ ഏറ്റി നൽകുന്ന കാര്യമാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അതിന്റെ കാരണം പറഞ്ഞു, ഫഇന്ന ഫസാദ ദാതിൽ ബൈനി ഹിയൽ ഹാലിഖ, അവർക്കിടയിൽ കുഴപ്പമുണ്ടാവുക എന്നുള്ളത് സർവനാശത്തിന് കാരണമായി തീരുമെന്നാണ്. കാരണം അപ്പോഴാണ് പരസ്പരം കുറ്റം പറയാനും, ആക്ഷേപങ്ങൾ പറയാനും, അതുപോലെ തന്നെ കളവുകൾ പറയാനും ഒക്കെ ഒരാളെ പ്രേരിപ്പിക്കുന്നത് മറ്റൊരാളോടുള്ള വെറുപ്പാണ്.
മറ്റൊരാളെ വെറുത്തു കഴിഞ്ഞാൽ, മറ്റൊരാളോട് വിദ്വേഷം തോന്നിക്കഴിഞ്ഞാൽ അവന്റെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കലും അവനെ വഷളാക്കാൻ എന്തെല്ലാം കാരണങ്ങൾ, എന്തെല്ലാം സന്ദർഭങ്ങൾ ലഭിക്കുന്നുണ്ടോ ആ സന്ദർഭങ്ങളിലൊക്കെ അവനെ വഷളാക്കാനും അവന്റെ കുറ്റങ്ങൾ പറയാനും ഒക്കെ ആ മനുഷ്യൻ തയ്യാറാകും. അത് അവനെ തന്നെ നശിപ്പിച്ചു കളയും, അവന്റെ ദീനിനെ തന്നെ നശിപ്പിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് അത്തരത്തിൽ രണ്ടുപേർക്കിടയിൽ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ളത് വമ്പിച്ച അമലു സാലിഹാത്താണ്. അത് നമ്മൾ റമദാനിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ, ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, വലിയ പ്രതിഫലങ്ങൾ നമ്മുടെ രേഖയിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഏഴാമതായിട്ടുള്ള കാര്യം നമ്മുടെ ദാനധർമ്മങ്ങളിൽ ഒരു കൃത്യത വരുത്തുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉൻ നാറ. തീയിനെ വെള്ളം എങ്ങനെയാണോ കെടുത്തിക്കളയുന്നത് അതേ രൂപത്തിൽ നമ്മുടെ സദഖകൾ നമ്മുടെ തിന്മകളെ ഇല്ലാതാക്കി കളയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്. നമ്മുടെ നിർബന്ധമായ സകാത്ത് ആവട്ടെ, ഐച്ഛികമായ സദഖകളാവട്ടെ, അത് കൊടുത്തു വിട്ടാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ തിന്മകൾ കരിഞ്ഞു പോയി കിട്ടാൻ അത് കാരണമായി തീരുമെന്നാണ്. അതുപോലെ തന്നെ എട്ടാമതായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജതസ് സായിമിൽ ഖായിം. പകൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ച് രാത്രിയുടനീളം നമസ്കരിച്ച ഒരു മനുഷ്യന്റെ പദവിയിലേക്ക് ഒരു മനുഷ്യൻ എത്താൻ സാധിക്കും. എങ്ങനെ? ബിഹുസ്നി ഖുലുഖിഹി, അവന്റെ നല്ല സ്വഭാവം കാരണത്താൽ. ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ച, പകലിൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ച ഒരു മനുഷ്യന്റെ പദവിയിലേക്ക് എത്താൻ ഒരാളുടെ സൽ സ്വഭാവം കാരണമായി തീരുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, മാ അക്സറു മാ യുദ്ഖിലുൽ ജന്ന, ജനങ്ങളെ അധികമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു കളയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത്തഖ്വ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കലാണ്, വഹസ്നുൽ ഖുലുഖ്, അതുപോലെ തന്നെ നന്നായി പെരുമാറുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സമാനമായുള്ളവരോട്, തത്തുല്യമായുള്ളവരോട് നന്നായി പെരുമാറാൻ, തന്നെക്കാൾ മുകളിലുള്ളവരോട് നന്നായി പെരുമാറാൻ ഏതൊരു മനുഷ്യനും സാധിക്കും. പക്ഷേ തൻ്റെ കീഴിലുള്ളവരോട്, തൻ്റെ തൊഴിലാളിയോട്, അതുപോലെ തന്നെ തൻ്റെ ഭാര്യയോട്, തൻ്റെ മക്കളോട്, തൻ്റെ മാതാപിതാക്കളോട് എല്ലാം നല്ല രൂപത്തിൽ പെരുമാറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കുണ്ടാവുകയില്ല എന്നുള്ള കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സൽസ്വഭാവിയുടെ ഏറ്റവും നല്ലൊരു ഗുണമാണ് ആ സൽസ്വഭാവി വിട്ടുവീഴ്ച ചെയ്യുന്നവനായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് ഇസ്സത്തല്ലാതെ ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കുകയില്ല. വമാ തവാദഅ അഹദുൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയാണോ വിനയം കാണിച്ചത്, ഇല്ലാ റഫഅഹു അല്ലാഹ്, അല്ലാഹു അവനെ ഉയർത്തുക തന്നെ ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ചും നമ്മുടെ കീഴിലുള്ളവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനും സംസാരിക്കാനും എല്ലാം വിട്ടുവീഴ്ച ചെയ്യാനും എല്ലാം നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാനും അതിലൂടെ ഈ റമദാൻ ഉപയോഗപ്പെടുത്താനുമുള്ള എല്ലാ തൗഫീഖും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തഖദ്ദമു അശ്ശഹറ ബിയൗമിൻ വലാ യൗമൈൻ. നിങ്ങൾ ഒരിക്കലും മാസത്തെ ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും നിങ്ങൾ മുന്തരുത്. ഇല്ലാ അയ്വാഫിഖ ദാലിക സൗമൻ കാന യസൂമു അഹദുക്കും എന്ന് പറഞ്ഞാൽ, ഒരാൾ റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തൊട്ട് ദിവസം, അതിൻ്റെ 2 ദിവസം മുമ്പ്, ഈ ദിവസങ്ങളിൽ അവൻ എന്ത് ചെയ്യരുത്, നോമ്പ് നോൽക്കരുത് എന്നാണ്. എന്നാൽ ഇല്ല അയ്വാഫിഖ ദാലിക സൗമൻ കാന യസൂമു അഹദുക്കും, അവൻ നോൽക്കുന്ന ദിവസങ്ങളാണ് അങ്ങനെ വന്നിട്ടുള്ളത് എങ്കിൽ അത് പ്രശ്നമില്ല എന്ന്. അതായത് 29-നും 30-ന്റെ അന്നൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് നോൽക്കരുത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരാൾ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത്, തിങ്കളാഴ്ചയാണ് 29, തിങ്കളാഴ്ചയാണ് 28, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല, ഇനി ഒന്നിട വിട്ടിട്ട് എല്ലായ്പ്പോഴും നോൽക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു ദിവസം നോമ്പാണ് ഒരു ദിവസം നോമ്പില്ല, ഇങ്ങനെ നിത്യമായി അവൻ്റെ ആദത്തായി നോമ്പുണ്ട് എങ്കിൽ, അവൻ്റെ ശീലമായി
നോമ്പുള്ളവനല്ലാതെ ആ ദിവസത്തിൽ നോമ്പ് നോൽക്കരുത്. ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും നിങ്ങൾ മാസത്തെ മുൻകടക്കരുത് എന്ന് പറഞ്ഞാൽ ആ 2 ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത്. പിന്നെയും ആ ഹദീസിന്റെ ബാക്കിയിൽ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി. നിങ്ങൾ നോമ്പനുഷ്ഠിക്കേണ്ടതും ഹിലാൽ കാണുമ്പോഴാണ്, മാസപ്പിറവി കാണുമ്പോഴാണ്. അതുപോലെ തന്നെ ആ നോമ്പ് പൂർത്തീകരിക്കേണ്ടതും ആ മാസപ്പിറവി കാണുമ്പോഴാണ്. ഫഇൻഹും അലൈക്കും, ഇനി നിങ്ങൾക്ക് മാസപ്പിറവി കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഫഉദ്ദു 30 സുമ്മ അഫ്തിറു, നിങ്ങൾ എന്ത് ചെയ്യണം, 30 കണക്കാക്കുകയാണ് വേണ്ടത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നോമ്പ് സ്ഥിരപ്പെടുന്നതും അതുപോലെ തന്നെ നോമ്പ് തീരുന്നതും റുയത്തുൽ ഹിലാൽ, അതായത് ഹിലാലിനെ കാണുമ്പോഴാണ്. ചന്ദ്രനെ കണ്ടതിന്റെ ശേഷം മാത്രമാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങേണ്ടത്. ഇവിടെ ചർച്ചയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരൊറ്റ കാഴ്ച മതിയോ, അതല്ല ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാഴ്ചയുണ്ടോ എന്നുള്ളതാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഒരൊറ്റ കാഴ്ച മതി ലോകത്തുടനീളം നോമ്പാവാൻ, ലോകത്തുടനീളം നോമ്പ് മുറിക്കാൻ ഒരൊറ്റ കാഴ്ച മതി എന്നുള്ള അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും, ഓരോ ബലദിനും, ഓരോ നാട്ടുകാർക്കും കാഴ്ചയുണ്ട് എന്ന അഭിപ്രായമുണ്ട്. 2 അഭിപ്രായങ്ങളും പണ്ഡിത ലോകത്ത് നിലനിൽക്കുന്ന അഭിപ്രായമാണ്. ഖത്ഈയായ ഖണ്ഡിതമായ ഒരു തെളിവ് നമുക്കതിന് കാണുവാൻ സാധിക്കുകയില്ല. ഖണ്ഡിതമായി ഇന്നത് മാത്രമുള്ളൂ എന്ന് പറയാൻ സാധിക്കുകയില്ല. രണ്ടും ഖിലാഫിയായ മസ്അലയാണ്. ഏത് അഭിപ്രായം വേണമെങ്കിലും ഒരാൾക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഏത് അഭിപ്രായം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഏതാണോ നന്മക്ക് അനുകൂലമായി നിൽക്കുന്നത്, അതായത് നമ്മുടെ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ ഏത് അഭിപ്രായമാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്, അവിടെ ആ മസ്ലഹത്തിനനുസരിച്ച് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അഭിപ്രായം സ്വീകരിക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് ഒറ്റക്കാഴ്ച മതി എന്നാവും, പക്ഷെ ആ ഒറ്റക്കാഴ്ച അനുസരിച്ചുകൊണ്ട് നമ്മൾ ഈ നാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ വേറൊരു ദിവസം നോമ്പ്, വേറൊരു ദിവസം പെരുന്നാൾ ആക്കി കഴിഞ്ഞാൽ അത് ദീനിന് അത് ഉണ്ടാക്കുക നുക്സാൻ മാത്രമാണ്, കുറവുകൾ മാത്രമാണ്. ഒരിക്കലും ഒരു നന്മ ഉണ്ടാക്കാൻ ആ ഒരു തീരുമാനം മതിയാവുകയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നിൽക്കേണ്ടത് അഹ്ലുൽ ബലദിന്റെ, അതായത് നാട്ടുകാർ എങ്ങനെയാണോ ചെയ്യുന്നത്, സിഖത്തായ നല്ല നാട്ടുകാർ എങ്ങനെയാണോ ചെയ്യുന്നത് അവരുടെ കൂടെ കൂടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. 2 അഭിപ്രായങ്ങളും പണ്ഡിത ലോകത്തുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു വരുന്ന ഒരു നയം എന്നുള്ളത്, നമ്മുടെ നാട്ടിൽ കാണുന്നതിനനുസരിച്ച് കൊണ്ട് നോമ്പ് തുറക്കുക, നമ്മുടെ നാട്ടിൽ കാണുന്നതിനനുസരിച്ച് കൊണ്ട് നോമ്പ് അവസാനിപ്പിക്കുക. ഈ രൂപമാണ്, അതാണ് ഏറ്റവും നല്ല രൂപം, അതാണ് മസ്ലഹത്ത്, അതാണ് ഏറ്റവും നന്മ. അതുകൊണ്ട് ആ രൂപം തന്നെ ഫോളോ ചെയ്യാൻ എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഖീമുലിസ് സ്വലാഹ്.